സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് കമ്പ്യൂട്ടർ പ്രോസസ് മോഡലിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ 5 മോഡൽസ് മുന്നേ പഠിച്ചു കഴിഞ്ഞു അല്ലേ? വാട്ടർഫോൾ, പ്രോട്ടോടൈപ്പ്, ഇൻക്രിമെൻ്റൽ, ഐട്രേറ്റീവ് ആൻഡ് ഫൈനലി സ്പൈറൽ. ഈ 5 മോഡലും പഠിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഞാൻ ഡിഫറെൻ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ആ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് മോഡൽസ്. നമ്മൾ ഇത്രയും പറഞ്ഞത് ഒരു വലിയൊരു ഇവല്യൂഷണറി ചേഞ്ച് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പണ്ടുള്ള മോഡൽസിനെ അപേക്ഷിച്ച് ഇന്നത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എറ അഡോപ്റ്റ് ചെയ്യുന്ന കുറച്ച് മോഡൽസിനെ പറ്റിയിട്ടാണ്. സോ അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് അഡോപ്റ്റീവ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മോഡൽസിനെ അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് അടിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മോഡൽ ഏതാണെന്ന് നോക്കാം. അടുത്ത ടോപ്പിക് ഏതാണെന്ന് നോക്കാം. അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു അഡാപ്റ്റീവ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? അഡാപ്റ്റ് ചെയ്യുക അല്ലേ? എന്തെങ്കിലും ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, നമ്മളിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളതിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്കവിടെ എക്സിസ്റ്റൻസ് കൊടുക്കുക. നമ്മൾ പറയില്ല നമ്മളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് പറയില്ല ഇറ്റ് ഈസ് അഡാപ്റ്റബിൾ ഇൻ എനി പ്ലാറ്റ്ഫോം. ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും അതിന് വർക്ക് ചെയ്യാം, ഏത് എൻവയോൺമെൻറ്റിൽ വേണമെങ്കിലും അതിൽ സിങ്ക് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ പറയുന്ന ഒരു അഡാപ്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പല പുതിയ ടെക്നോളജീസ് ആയിക്കോട്ടെ, പല പുതിയ ടൂൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോംപ്ലക്സ് സിസ്റ്റംസ്, ഓർഗനൈസേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈവൻ ഇഫ് ദിസ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻസ് ഹു ആർ വർക്കിംഗ് ഇൻസൈഡ് ദ സോഫ്റ്റ്വെയർ, അങ്ങനെ ഏതൊരു കാറ്റഗറി എടുത്താലും അവിടെ എന്തൊക്കെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് ആ ചേഞ്ചസ് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതാണ് അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ജിം ഹൈസ്മിത്ത് എന്ന് പറയുന്ന ഒരാളാണ്. 1970s 80s ഈ ഒരു അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു തുടക്കം വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഒരു 1970s മുന്നേ വരെയൊക്കെ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് മോഡലുകളിലേക്കൊന്നും എത്തിയിട്ടില്ല അല്ലേ? പണ്ടുള്ള കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് ദേ ആർ യൂസ്ഡ് ടു സ്റ്റോർ ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ ഫോർ കമ്പ്യൂട്ടിങ്. പണ്ടത്തെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്തെടുത്താലും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കമ്പ്യൂട്ടേഷനിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സിസ്റ്റംസ് ഒരു ചേഞ്ച് വന്നതിന് ശേഷം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ആക്കിയതേ മാറ്റി. ഓക്കെ, അതെന്ന് വെച്ചാൽ നമ്മളൊരു ലിമിറ്റഡ് ആയിരുന്നു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ഇത്രയും പ്രോഗ്രാംസ് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ആക്കാൻ വേണ്ടി അവർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതും സോഫ്റ്റ്വെയർ മോഡൽസുകളും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തതും അങ്ങനെ വന്നതും. അവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന മോഡൽസ്, ഇപ്പോൾ വാട്ടർഫോളൊക്കെ അങ്ങനെ വന്ന ഫസ്റ്റത്തെ മോഡലായിട്ട് വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ വാട്ടർഫോളിൻ്റെ ഒക്കെ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് അല്ലേ? അതൊരു സീക്വൻഷ്യലിൽ നടക്കുന്ന കാര്യം. നമുക്കൊരു മോഡ്യൂൾ അതിന് എടുത്ത ശേഷം ടെസ്റ്റിംഗ് ആയിക്കോട്ടെ, ഡിസൈൻ ആയിക്കോട്ടെ, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാനോ ഓവർലാപ്പ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. കാരണം അത് ഓൾറെഡി അങ്ങനെയാണ്. അതിലൊരു ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അവിടെയാണ് ഈ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വന്നത്. അപ്പോൾ അവിടെ നിന്നും ആ ഒരു മോഡൽസ് എല്ലാം കഴിഞ്ഞ് പിന്നീട് ചിന്തിച്ചൊരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു പണ്ടത്തെ ആ ഒരു മോഡൽസ് ഇങ്ങനെ സീക്വൻഷ്യലി അല്ലെങ്കിൽ ഇത്രയും കാലങ്ങളെടുത്ത് ചെയ്യുന്ന മോഡൽസിനേക്കാളും നമുക്ക് ആവശ്യം ക്വിക്കായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ വന്നിരിക്കുന്ന ഡിഫറൻസിനെല്ലാം അഡോപ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൂടെ എന്നുള്ളൊരു ആശയം വന്നത്.
അങ്ങനെ വന്ന ആശയത്തിൽ നിന്നാണ് ഈ ഒരു റാഡ് എന്ന മോഡലും അഗെയിൻ എന്നുള്ള മോഡൽ പ്രോസസ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് മോഡൽ റാഡ് എന്താണെന്നുള്ളത് നോക്കാം. റാഡ് മോഡൽ അല്ലേ, റാഡിൻ്റെ ഫുൾ ഫോം റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്നാണ്. റാപ്പിഡ് അഥവാ സ്പീഡ് കൂടുതലുള്ളത്, അതായത് ക്വിക്കായിട്ട് നമുക്കൊരു ഡെവലപ്മെൻറ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് റാഡ് ജനറേറ്റ് ചെയ്തത്. ഓക്കെ, അതായത് നമ്മുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഏതൊരു ഫേസ് എടുത്തോട്ടെ എല്ലാ ഫേസുകളും വളരെ വേഗത്തിൽ റാപ്പിഡായിട്ടായിരിക്കും അതിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, പിന്നെ റാഡ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞതും ഞാൻ മുന്നേ പറഞ്ഞ അതേ റീസൺ കൊണ്ടാണ്. അഡാപ്റ്റീവായിട്ട് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഈ അഡാപ്റ്റീവ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് വാട്ടർഫാൾ മോഡൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം എന്താ, അതെല്ലാം ഒരു പ്രീ ഡിഫൈൻഡ് ഓർഡറിൽ വളരെ ഡ്യൂറേഷൻ എടുത്തിട്ട് വളരെ കാര്യങ്ങൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് ഓരോ ഫേസസിലും ടെസ്റ്റിങ്ങും അങ്ങനെ ഒരുപാട് ഫേസസും ഡ്യൂറേഷനും ടൈമും കോംപ്ലക്സിറ്റിയും ഒക്കെ വരുന്ന സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അഡാപ്റ്റീവ് ഡെവലപ്മെൻറ്റിൽ അത് സാധ്യമല്ല. നമുക്ക് വേണ്ടത് എന്താ, റാപ്പിഡായിട്ട് അല്ലെങ്കിൽ ക്വിക്കായിട്ടൊരു സോഫ്റ്റ്വെയറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. അവിടെ എങ്ങനെയാണ് പ്രൊഡക്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഫാസ്റ്റർ ആയിരിക്കും, ഹൈ ക്വാളിറ്റിയിലും ആയിരിക്കും. കാരണം ഈ ഹയർ ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചത് അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഓരോ ഫേസിലും. ഇപ്പം റിക്വയർമെൻറ്റ് ഗാദറിങ് ആയിക്കോട്ടെ, പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റിംഗ് എന്ത് എടുത്താലും അതെല്ലാം ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ആ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയാൻ കാരണം അതെല്ലാം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ട്രെയിൻഡ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും ആ എന്താ പറയുക ഫേസസിനെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എന്താ, ക്വാളിറ്റി കൂടുകയാണ് അവിടെ അല്ലേ. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു ഉണ്ടാക്കിയെടുത്ത സോഫ്റ്റ്വെയർ കോമ്പണൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ഫ്യൂച്ചറൊക്കെ റീയൂസ് ചെയ്യണം. കാരണം അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ എപ്പോഴും പുതിയതായി വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതിനെല്ലാം നമ്മുടെ സിസ്റ്റം ഇത് ചെയ്യണം. എന്താ നമ്മൾ പറയുക, നമ്മളൊരു ഫോണിലൊരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഒരു ഫീച്ചർ പുതിയത് വന്നു കഴിഞ്ഞാൽ അത് ആൻഡ്രോയിഡ് 5.1 ആണ്, അതിൽ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെയും. പുതിയതായി എന്ത് വന്നോ, എന്ത് ടെക്നോളജി അല്ലെങ്കിൽ എന്തൊരു അപ്ഡേഷൻ വന്നോ അതെല്ലാം ഇവിടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് റീയൂസിങ് അല്ലേ അവിടെ നടക്കുന്നത്, പുതിയ വേർഷനിലേക്കല്ലേ അത് പിന്നീട് മാറുന്നത്. അതാണ് ഇവിടെ പറയുന്ന റാഡ് മോഡൽ. ഓക്കെ, സോ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ച് നോക്കൂ. റാഡ് മോഡലിൻ്റെ ഒരു ഫിഗർ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. 3 മൊഡ്യൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്നത് ബിസിനസ് മോഡലിംഗ്, ഡാറ്റ മോഡലിംഗ്, പ്രോസസ് മോഡലിംഗ്, ആപ്ലിക്കേഷൻ ജനറേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവർ. ഇവിടെ കണ്ടില്ലേ ഡിഫറൻസ് ഉണ്ട് അല്ലേ. നമ്മൾ പണ്ട് പഠിച്ച മോഡലുകളിലുള്ള ഫേസസ് ഒന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ബിസിനസ്, ഡാറ്റ, പ്രോസസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ പഠിച്ചത് തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാറ്റ ഓറിയൻറ്റഡ്, പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും ഇവിടെ. ഓക്കെ, അതൊരു ടീം വർക്കാണ്. അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഒരു ടീം വർക്കാണ്. ടീം എന്ന് പറയാം, പക്ഷെ അത് തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ടീമായിരിക്കും അവിടെ വർക്ക് ചെയ്യുക. വെൽ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് റാഡ് യൂസ് ചെയ്യാൻ നോക്കാം. റാഡ് യൂസ് ചെയ്യുക മെയിൻലി ഒരു ഷോർട്ട് ടൈം നമുക്ക് കിട്ടിയിരിക്കുന്ന കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ ഒരു 3 മാസം മാക്സിമം, അങ്ങനെ 90 ഡേയ്സ് അല്ലെങ്കിൽ 60 ഡേയ്സ് ഓഫ് ടൈമിൽ നമുക്ക് ഡ്യൂറേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് റാഡ് മോഡൽ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, അതെങ്ങനെ ശരിയാകും? കാരണം ഐറ്ററേറ്റീവ് മോഡൽ നമ്മൾ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ മോഡലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ ചൂസ് ചെയ്യാമെന്നാണ്. ശരിയാണ്. റാഡ് മോഡലിൻ്റെ
ബേസ് എന്ന് പറയുന്നത് ഐട്രേറ്റിംഗ് മോഡൽ. ഐട്രേറ്റീവ് മോഡലിൻ്റെ ഒരു കൺസെപ്റ്റാണ് അവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐട്രേഷൻ, എത്ര ഐട്രേഷൻസിലാണ് ഇന്ന ടൈമിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്, ഇവിടെ ബഡ്ജറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, ബഡ്ജറ്റ് അലൗസ് എ യൂസ് ഓഫ് ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റിംഗ് ടൂൾസ്. നമുക്ക് ടൂൾസ്, ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ള ടൂൾസുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മോഡലാണ് റാഡ് മോഡൽ. അതുകൊണ്ട് എന്താ, ബഡ്ജറ്റ് കുറച്ച് കുറവായിരിക്കും അല്ലേ, ടെക്നിക്കൽ റിസ്ക്കും കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് റാഡ് മോഡൽ എപ്പോഴൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ചോദിക്കുമ്പോൾ വരുന്ന ഉത്തരങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡാപ്റ്റീവ് ഡെവലപ്മെൻറ്റിൽ വരുന്ന വേറൊരു പ്രോസസ്സാണ്, ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ് എഗെയിൽ. റാഡ് പോലെ തന്നെയാണ്, റാഡിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനാണ് എഗെയിൽ പ്രോസസ് മോഡൽ. ഈ എഗെയിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ, മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൂവ് ചെയ്യുക, സ്വിഫ്റ്റ് ചെയ്യുക. എബിലിറ്റി ടു റെസ്പോണ്ട് ടു ചേഞ്ചസ് ടു എ ന്യൂ സിറ്റുവേഷൻ. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരികയാണ്, ന്യൂ സിറ്റുവേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി ടീം മെമ്പേഴ്സ് ചേഞ്ച് ചെയ്യുകയാണ്, ടൂൾസ് ചേഞ്ച് ചെയ്യുക, യൂസ് ചെയ്ത ടെക്നിക്ക് പെട്ടെന്ന് സ്വിഫ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന മോഡലിനെ ബാധിക്കും അല്ലേ. സോ എഗെയിൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലാണ്. ഓക്കെ, അതും ഈ എഗെയിൽ മോഡലും ഐട്രേറ്റീവ് മോഡലിൻ്റെ ഒരു അപ്രോച്ച് തന്നെയാണ്. ഐട്രേറ്റീവ് ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഒരു ബേസിൽ തന്നെയാണ് എഗെയിലും ചെയ്യുക. എഗെയിലിൽ ടാസ്കുകളെല്ലാം ചെറിയ ഐട്രേഷൻ അല്ലെങ്കിൽ പാർട്ടുകളായിട്ടായിരിക്കും തിരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഓരോ ഐട്രേഷനും നമ്മൾ ഓരോ ഫ്രെയിം എന്ന് പറയും. പിന്നെ ഈ ഒരു എഗെയിൽ മോഡൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഗെയിൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പ്രൊജക്റ്റ് നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡ്യൂറേഷനും റിക്വയർമെൻറ്റും എല്ലാം തന്നെ നമുക്ക് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പ്ലാനിങ്, അതായത് നമ്മൾ എത്ര ഐട്രേഷൻ, എത്ര ഡ്യൂറേഷനിൽ, അതിൽ എത്ര സമയം, എത്ര മന്തിൽ നമുക്കിത് റിലീസ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമുക്ക് ക്ലിയർലി അഡ്വാൻസ് ആയിട്ട് നമുക്കറിയാൻ പറ്റും ഒരു ഫ്രെയിം തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഐട്രേഷൻ തുടങ്ങുന്നതിന് മുന്നേ. ഇങ്ങനെയൊക്കെയാണ് എഗെയിൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. പിന്നെ എഗെയിൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് പറയുമ്പോൾ നമുക്കൊരു വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, എഗെയിൽ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് എന്താ, ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു പത്രിക എന്നൊക്കെ പറയില്ലേ, അതാണ് മാനിഫെസ്റ്റോ. അതായത് കുറച്ച് റൂൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ നിബന്ധനകൾ എന്നാണ് നമ്മൾ ശരിക്കും മാനിഫെസ്റ്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 2001 അവർ റിലീസ് ചെയ്തിരിക്കുന്നത് എഗെയിൽ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ. അതിൽ പറയുന്ന ഒരു 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 12 പ്രിൻസിപ്പിൾസ് ഓഫ് എഗെയിൽ മെത്തഡോളജി. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ, സാറ്റിസ്ഫൈ ദ കസ്റ്റമർ. ഈ എഗെയിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ എഗെയിൽ എന്നുള്ളൊരു ഐഡിയ വന്നത് തന്നെ കസ്റ്റമർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കസ്റ്റമർക്കാണ് ഇവിടെ എന്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തത് പറയുമ്പോൾ വെൽക്കം ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോ അതിൽ വരുന്ന ചേഞ്ചിനെ എല്ലാം അഡോപ്റ്റ് ചെയ്യാൻ കഴിയണം. ഓക്കെ, പിന്നെ ക്വിക്ക് ഡെലിവറി. എത്രയും പെട്ടെന്നാണോ അത്രയും ആസ് സൂൺ ആസ് പോസിബിൾ നമ്മളത് ഡെലിവർ ചെയ്യും. വർക്ക് ടുഗദർ, ഞാൻ പറഞ്ഞ പോലെ ടീം വർക്കാണിത്. ബിൽഡ് പ്രോജക്ട്സ്. ഓരോ ഫ്രെയിമും നമ്മൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫേസ് ടു ഫേസ് ടൈം. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് എപ്പോഴും ഫേസ് ടു ഫേസ് ആയിരിക്കും. മെഷർ ഓഫ് പ്രോഗ്രസ്. തന്നിരിക്കുന്ന ഫ്രെയിം അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫ്രെയിം എല്ലാത്തിലും വരുന്ന പ്രോഗ്രസ്സുകൾ നമ്മൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി മെഷർ ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ക്ലയൻറ്റിന് അല്ലെങ്കിൽ കസ്റ്റമറിന് നമ്മളത് പ്രോഗ്രസ് കാണിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കും. കണ്ടിന്യൂസ് അറ്റൻഷൻ. കാരണം കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് എവിടെയാണ്? ഒരു പ്രൊജക്റ്റിലാണ്. അപ്പോൾ ഈ എഗെയിൽ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന വരെ ആ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടാവും.
വേറൊരു പ്രൊജക്റ്റ് അവർ നോക്കില്ല. അതാണ് കണ്ടിന്യൂസ് അറ്റൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കീപ്പ് ഇറ്റ് സിമ്പിൾ. സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓർഗനൈസ്ഡ് ടീം, റിഫ്ലക്റ്റ് ഓർ ഫോർ എഫക്റ്റീവ്നെസ്. അപ്പോൾ ഇതൊക്കെയാണ് 12 പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എഗെയിൽ മോഡൽസ് ഉണ്ടായിരിക്കുന്നത്. എഗെയിൽ മോഡൽസിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാം. അത് എഗെയിൽ മോഡലിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഫേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഡെവലപ്മെൻറ്റ് ഫങ്ഷണാലിറ്റി 1 എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, വീണ്ടും ഡെവലപ്മെൻറ്റ് ഫങ്ഷണാലിറ്റി, പിന്നെ ഇൻ്റഗ്രേറ്റിംഗ് ടെസ്റ്റിംഗ്. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വേഗം തന്നെ ടെസ്റ്റ് ചെയ്യും. ക്വിക്കാണെല്ലാം അല്ലേ, ക്വിക്കാണ്. അപ്പോൾ എല്ലാം അങ്ങനെ ഡെവലപ്പ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, വീണ്ടും അതിൽ ചേഞ്ചസ് വേണം, വീണ്ടും ഡെവലപ്പ് ചെയ്യും, അത് വീണ്ടും ടെസ്റ്റ് ചെയ്യും, പിന്നെ അതിൽ ചേഞ്ചസ്, അങ്ങനെ ഡെവലപ്പിംഗ് ടെസ്റ്റിംഗ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഒരു ഡെമോ റിലീസായിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും വാങ്ങുന്നത്. പിന്നെയും നമ്മളവിടെ ചേഞ്ച് ചെയ്യുകയാണ്, മേക്കിംഗ് ചേഞ്ചസ്. വീണ്ടും അവിടെ എന്ത് ചെയ്യും? ഫങ്ഷണാലിറ്റി കൂട്ടും, ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അത് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ആയി, അവിടെ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഐട്രേഷൻ തുടങ്ങും. ദിസ് ഈസ് എ കംപ്ലീറ്റ് മോഡൽ ഓഫ് എഗെയിൽ ഡെവലപ്മെൻറ്റ്. സോ എഗെയിൽ ടെസ്റ്റിംഗ് മെത്തേഡുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രം, ഡൈനാമിക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡ്, ഫ്യൂച്ചർ ഡ്രൈവൻ ഡെവലപ്മെൻറ്റ്, ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രമ്മാണ്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം എഗെയിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എഗെയിൽ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഓരോ മെത്തേഡ്സാണ്. നമ്മൾ പറയുന്ന ടൂൾസാണ്. ടൂൾസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം എഗെയിൽ മെത്തേഡ് അല്ലെങ്കിൽ എഗെയിൽ പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്ന മെത്തേഡുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം, ഈ മെത്തേഡുകളെല്ലാം എഗെയിലിൻ്റെ മാനിഫെസ്റ്റോനെ എന്താ പറയുക, കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. അതിൽ തന്നിരിക്കുന്ന ആ 12 പ്രിൻസിപ്പിളും അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഈ മെത്തേഡെല്ലാം വർക്ക് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ക്രമ്മാണ്. സ്ക്രമ്മിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാം. പിന്നെ വരുന്നത് DSDM, എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. ഇതൊക്കെ അതിനെ ബേസ് ചെയ്ത് വരുന്നത് തന്നെയാണ്. നമുക്ക് പഠിക്കാനുള്ളത് സ്ക്രമ്മാണ് കൂടുതലായിട്ട്. നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന സ്ക്രമ്മിൻ്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇനി നമുക്ക് എവിടെയാണ് എഗെയിൽ മോഡൽ യൂസ് ചെയ്യുക കോമൺലി എന്നുള്ളത് നമുക്ക് നോക്കാം. വെൻ ടു യൂസ് എഗെയിൽ മോഡൽ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മുന്നേ തന്നെ. എഗെയിൽ എന്താണെന്ന് മനസ്സിലായിട്ടുള്ളവർക്ക് പറയാൻ ഉത്തരം പെട്ടെന്ന് കിട്ടും. എവിടെയാണ് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് വരുന്നത് അവിടെയാണ് ഞങ്ങൾ എഗെയിൽ മോഡൽ യൂസ് ചെയ്യുക അല്ലേ. അതുപോലെ എവിടെയാണ് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണ്ടത് അവിടെയാണ് നമ്മൾ എഗെയിൽ മോഡൽ ചൂസ് ചെയ്യുക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, പ്രൊജക്റ്റ് സൈസ് എപ്പോഴും ചെറുതായിരിക്കണം. ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നാൽ അത് നമുക്ക് എഗെയിൽ മോഡലിൽ എടുക്കാൻ കഴിയില്ല. നമ്മൾ ഐട്രേറ്റീവ് മോഡലിൽ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്റ്റ് സൈസ് അവിടെ സ്മോൾ ആയിരുന്നു അല്ലേ. അത് തന്നെയാണ് ഇവിടെയും, കാരണം ഇത് ബേസ് ചെയ്തിരിക്കുന്ന ഐട്രേറ്റീവ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, പിന്നെ എഗെയിൽ മോഡൽ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? കസ്റ്റമറിന് എപ്പോഴും എവിടെയൊക്കെ കസ്റ്റമർ പറയുകയാണ്, ഞാൻ എപ്പോൾ പറയുന്നു അപ്പോഴെല്ലാം എനിക്ക് ഈ പ്രോജക്റ്റ് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വേണം, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയണം. അങ്ങനെ പറയുന്ന സമയത്ത് കസ്റ്റമറിന് എപ്പോൾ വേണമെങ്കിലും അയാളുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഫേസിൽ അയാൾക്ക് കാണാൻ കഴിയണം. എവിടെയൊക്കെയാണ് ഫേസസിൽ വന്നിരിക്കുന്ന പ്രോഗ്രസ്, ഇൻക്രിമെൻറ്റ്സ്, കാര്യങ്ങളെല്ലാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എഗെയിൽ മോഡൽ ചൂസ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വേണ്ടത് ഹൈലി ക്വാളിഫൈഡും എക്സ്പീരിയൻസ്ഡ് ടീമുമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മോഡൽസിനെ നോക്കുമ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഓരോ കാര്യങ്ങളും അവിടെ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ് വി ആർ ഡോക്യുമെൻറ്റിങ്. അപ്പോൾ നമുക്ക് എന്തായി, ഇനി വരുന്ന മെമ്പേഴ്സ് ചില സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേസിൽ ഐ ടി ആണ്. ഓക്കെ, സോ ദേ can hire a new member or they can reject a new existing member അല്ലേ. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്ന മെമ്പറിനെ അവർ ടെർമിനേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു കേസ് പറയാം. പുതിയതായിട്ട് വന്നൊരു മെമ്പർ ആ സോഫ്റ്റ്വെയറിൽ കയറി. അയാൾക്ക് അറിയില്ല ഇവിടെ എന്തൊക്കെയാണ് നടന്നിരുന്നതെന്നും എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്നും. സോ വാട്ട് he or she will do, they will refer the documents. SRS നോക്കും അല്ലേ, ഇഫ് ദേ ആർ ഫോളോയിങ് ദ വാട്ടർഫോൾ ഓർ പ്രോട്ടോടൈപ്പ് മോഡൽസ്. പക്ഷേ എഗെയിൽ മോഡലിൻ്റെ കേസ് അങ്ങനെയല്ല.
എഗൈൽ മോഡലിൻ്റെ കേസിൽ ഡോക്യുമെൻറ്റേഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. ദേ ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഫീൽഡ്, ഈ ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രഷറായി വരുന്ന പുതിയ ആൾക്ക് ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കഴിയില്ല. അതാണ് അവിടെ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ടീം എന്ന് പറഞ്ഞിരിക്കുന്നത്, അവൈലബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഗൈലിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻറ്റ് ഡെലിവറി, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പിന്നെ എഫിഷ്യൻറ്റ് ഡിസൈനിങ്ങും കാര്യമാണ്, എനി ടൈം ചേഞ്ചസ് ആക്സെപ്റ്റബിൾ ആണ്, ഇറ്റ് റെഡ്യൂസസ് ടോട്ടൽ ഡെവലപ്മെൻറ്റ് ടൈം. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ മെയിൻ്റനൻസ് ഓഫ് പ്രോജക്റ്റ് ക്യാൻ ബിക്കം എ ഡിഫിക്കൽറ്റി. അതൊരു ഇമ്പോർട്ടൻ്റ് ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ്. പിന്നെ ഇറ്റ് ക്യാൻ ബി മിസ്ഇൻറ്റർപ്രറ്റഡ് അറ്റ് എനി ടൈം ബൈ ഡിഫറെൻറ്റ് ടീം മെമ്പേഴ്സ്. നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ തന്നെ എടുക്കൂ. പുതിയതായി വരുന്ന ഒരാൾക്ക് അറിയില്ല അവിടെ എന്തൊക്കെയാണ് പ്രോസസ്സ് നടന്നത്, അഗൈൽ ഡെവലപ്മെൻറ്റിൽ നടക്കുന്ന പ്രോസസ്സ് ഏത് ഫേസിലാണ് നിൽക്കുന്നതെന്നൊന്നും. അവിടെ ഒരു മിസ്ഇൻറ്റർപ്രിറ്റേഷൻ വരാം അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളും. അപ്പോൾ ഒരു അഗൈൽ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്താണെന്നും അഗൈൽ മോഡൽ എങ്ങനെയാണെന്നും 12 പ്രിൻസിപ്പിൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ നോക്കുന്നത് സ്ക്രമ്മും DCDM, എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിക്കുകയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലെ. ഈ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളുടെ റിക്വയർമെൻറ്റ് അനാലിസിസും കാര്യങ്ങളുമാണ്. ഓക്കെ, താങ്ക് യു ആൾ.